ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും സ്വീകരിച്ച മാസ് മത്സ്യം വിൽപ്പനയ്ക്കായി ടെൻഡർ വിളിച്ചെങ്കിലും ആരും ടെൻഡറിൽ പങ്കെടുത്തില്ല. കോഴിക്കോട് ബേപ്പൂരിലെ ലക്ഷദ്വീപ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിളിച്ച ടെൻഡർ പരാജയപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കും. 6 മാസമായി കോഴിക്കോട് ബേപ്പൂരിൽ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യം കെട്ടിക്കിടക്കുകയാണ്. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ മുൻകൈയെടുത്താണ് ഉണക്ക മത്സ്യം കയറ്റി അയക്കാൻ ശ്രീലങ്കയിലെ കമ്പനിയുമായി ധാരണയിലെത്തിയത്. 10 ടൺ മത്സ്യം ശ്രീലങ്കയിലേക്ക് കയറ്റി അയച്ചു. ഇതോടെ ഈ കമ്പനി മത്സ്യം ശേഖരിക്കുന്നതിൽ നിന്നും പിന്മാറി. നിലവിൽ 280 ടൺ മത്സ്യമാണ് ബേപ്പൂരിൽ കെട്ടിക്കിടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ മത്സ്യം വിറ്റഴിക്കാൻ ടെൻഡർ വിളിച്ചു. ഇന്നലെ വൈകുന്നേരം 5 മണിവരെയാണ് ടെൻഡർ സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഒരാൾ പോലും മത്സ്യം വാങ്ങുന്നതിന് തയ്യാറായില്ല. 6 മാസത്തിലധികമായി കെട്ടിക്കിടക്കുന്ന മത്സ്യത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞിരിക്കും. വലിയ ഒരു വഞ്ചനയാണ് മത്സ്യത്തൊഴിലാളികളോട് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് ടെൻഡർ പ്രോസസ്സിലൂടെ ഇത് വിറ്റഴിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതും ഒരൊറ്റ ടെൻഡർ പോലും എൻട്രി പോലും വരാതെ ആ ശ്രമവും ഇന്ന് വിഫലമായിരിക്കുകയാണ്. നേരത്തെ ഉത്തരേന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന മത്സ്യത്തിന് മികച്ച വില ലഭിച്ചിരുന്നു. എന്നാൽ കിലോയ്ക്ക് 625 രൂപ വാഗ്ദാനം ചെയ്താണ് മത്സ്യം ശേഖരിച്ചത്. ഇതുവരെ 1 രൂപ പോലും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. ടെൻഡർ കൂടി പരാജയപ്പെട്ടതോടെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലായി. ലേലം വിളിച്ച് മത്സ്യം വിൽപ്പന നടത്താനാണ് ലക്ഷദ്വീപ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പദ്ധതി. സാജിദ് അജ്മൽ, മീഡിയ 1, കോഴിക്കോട്.